കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ നിന്നാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത്. വലിയ സുരക്ഷയാണ് അവിടെ ആ ക്ഷേത്രത്തിന് ചുറ്റുപാടും ഉള്ളത്. എന്നിട്ട് പോലും 13 പവൻ സ്വർണം ആ ക്ഷേത്രത്തിൽ നിന്നും നഷ്ടമായിരിക്കുകയാണ്. അതെങ്ങനെയായിരിക്കും സംഭവിച്ചത്? സ്വർണത്തിനൊക്കെ ഭയങ്കര വില കൂടുതലല്ലേ ശ്രീജിത്തെ. അപ്പം സ്വാഭാവികമായിട്ട് സ്വർണത്തിൽ കണ്ണ് വെക്കും. പത്മനാഭനെ ഒട്ടുമിക്ക ആൾക്കാരും കണ്ണ് വെച്ചിട്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന് ഇനി എന്നാണോ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതെന്നുള്ള അറിയത്തില്ല. അല്ല, പത്മനാഭസ്വാമി കണ്ണ് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ മോഷണം നടത്താൻ പറ്റിയ ഒരു ഏരിയ അല്ലല്ലോ. അത് ഏരിയല്ല. കാരണം നമ്മൾ അറിയാം, കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലുള്ള നിലവറകൾ കണ്ടെത്തുകയും ലക്ഷങ്ങളല്ല കോടികൾ വിലമതിക്കുന്ന രത്നങ്ങളും സ്വർണങ്ങളും സ്വർണ്ണത്തളികകളും ഒക്കെ കണ്ടെത്തിയിരുന്നു. ഭയങ്കര നമുക്കൊരു അതിശയമൊക്കെ തോന്നി. കാരണം നമ്മളൊക്കെ തിരുവനന്തപുരം നിന്നിട്ട് ഇത്രയും വലിയ ധനാഢ്യരാണോ എന്ന് സ്വയം തോന്നിപ്പോയവർ. കാരണം ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ധനാഢ്യൻ ശ്രീ പത്മനാഭസ്വാമി തന്നെയായിരിക്കും. അത്രയ്ക്ക് വലിയ ഒരു സമ്പത്തിൻ്റെ ശേഖരം അവിടെയുണ്ട്. ഒരു പക്ഷേ രാജാക്കന്മാരുടെയൊക്കെ കാലത്തുണ്ടായിരുന്ന സമ്പത്തായിരിക്കും അവർ അന്ന് അറയിൽ സൂക്ഷിച്ചിരുന്നതായിരിക്കാം. എന്ത് തന്നെയായാലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കള്ളം കപ്പലിൽ തന്നെയായിരിക്കും, അല്ലാതെ എങ്ങോട്ട് പോകാൻ. കാരണം പ്രധാനമായിട്ട് അവിടെ CCTV ഉണ്ട്. CCTV പരിശോധന ഇപ്പോഴും ഇപ്പോൾ 48 മണിക്കൂറായിട്ട് പുരോഗമിക്കുന്നതേ ഉള്ളൂ. CCTV എന്ത് പരിശോധന പുരോഗമിക്കുക. അത് ഈ പറഞ്ഞതുപോലെ ഈ ഇതിൻ്റെ ശ്രീകോവിലിൻ്റെ മുന്നിലെ വാതിൽ സ്വർണം പൂശാൻ വേണ്ടിയിട്ട് ഇത് പുറത്തെടുക്കുകയും അകത്ത് കൊണ്ടുവെക്കുകയും ചെയ്തിരുന്ന സ്വർണ്ണമാണ്. അപ്പോൾ ഈ ഒരു ദണ്ഡാണ്, അതായത് സ്വർണം പൂശൽ നടക്കുന്നതിനിടെ കണ്ടെത്തിയ സ്വർണ്ണ ദണ്ഡുകളിൽ ഒന്നാണ്, അവസാന ദണ്ഡുകളിൽ ഒന്നാണ് ഇതിപ്പോൾ മിസ്സായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അവരുടെ ഇതോടുകൂടിയാണ് ഇത് ഓരോ തവണയും എടുക്കുന്നതും ഇത് പൂശുന്നതും തിരിച്ച് അവർ വൈകുന്നേരം പണി കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവയ്ക്കുകയും ചെയ്യുന്നത്. അത്രയ്ക്ക് സുരക്ഷിതമായിട്ട് തന്നെയാണ്. പക്ഷേ ചിലയിടത്തൊക്കെ പറയുന്നു CCTV അതിനകത്തില്ല, അത്ര സുരക്ഷിതത്വമൊന്നും അല്ലാതാണ് അത് വെച്ചിരുന്നത് എന്നൊക്കെ ഉള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നു. കാരണം CCTV പരിശോധന പുരോഗമിക്കുന്നു എന്ന് തന്നെ പറയുമ്പോൾ നമുക്കറിയാം, CCTV പരിശോധന നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് ചെക്ക് ചെയ്യാമെന്നുള്ളൂ അത്ര. കാരണം അതിനകത്തോട്ട് അധികം ആൾക്കാർ കയറാൻ സാധ്യതയില്ല. കാരണം ഈ ഒരു പ്രധാന വാതിൽ സ്വർണം പൂശുന്നതിന് ഏതാനും മാസങ്ങളായിട്ട് ഇത് തുടരുന്ന ഇതിനിടയിൽ സ്ട്രോങ് റൂമിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. അപ്പം ഈ ഒരു സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്ന അവിടെ ഒരു CCTV വെച്ച് കഴിഞ്ഞാൽ, അല്ലെ അന്നത്തെ ദിവസത്തിൻ്റെ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ളത് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ഇത്രയും സമയവും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷേ അതിൽ തന്നെ എന്തോ ഒരു പാകപ്പിഴകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതറിയാം. കാരണം ആരൊക്കെയോ ചേർന്നുള്ള പദ്ധതിയുടെ ഫലമായിട്ട് ഒന്നുകിൽ ഈ പറഞ്ഞോണം ഉദ്യോഗസ്ഥരായിരിക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് പ്രവർത്തിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ ഇത് സംരക്ഷിക്കുന്നവരായിരിക്കാം. അപ്പോൾ ആരെ വേണമെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ വേണമെങ്കിൽ കള്ളം കപ്പലിൽ തന്നെ വേണമെങ്കിൽ രാജാവിനെ നമുക്ക് സംശയിക്കാം, ആരെയും സംശയിക്കാം. കാരണം എല്ലാവർക്കും നോട്ടം എന്ന് പറയുന്ന സമ്പത്തിലോട്ടാണല്ലോ. അപ്പം ഈ പറഞ്ഞതുപോലെ പണ്ട് ഇതുപോലെ അതിനു മുമ്പ് അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ സുരക്ഷ നൽകുന്നത്. സുരക്ഷിതത്വം ഇല്ലായിരുന്നു എന്നുള്ളതാണ് വരുന്നത്. കാരണം അങ്ങനെ ഉണ്ടായിരുന്നു ഇത് എപ്പോഴേ കണ്ടെത്തായിരുന്നു. ഇപ്പൊ ഇന്നാൾ തളിക നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴേ അവർ CCTV പരിശോധനയിലൂടെ അത് കണ്ടെത്തിയല്ലോ. ബീഹാർ സ്വദേശി അബദ്ധത്തിൽ എടുത്തയാണെന്ന് പറയുന്നു. പക്ഷേ ഇതിപ്പോൾ കണ്ടെത്താമായിരുന്നു. കാരണം ഒരു പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഇനി ഇതിനകത്തുള്ളവരായതുകൊണ്ട് ഇനി പോലീസിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർക്കോ അത് പുറത്ത് കൊണ്ടുവരാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കാം. എന്ത് തന്നെയായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ഇത് കൊലപാതകം നടത്തിയിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആൾക്കാരെ പിന്നാണ് ഒരു സ്വർണ്ണ ദണ്ട് നഷ്ടപ്പെട്ടിട്ട് കണ്ടുപിടിക്കുക. അത്രയും ശ്രീത്ത് പറഞ്ഞതുപോലെ സുരക്ഷിതത്വമുള്ള ഒരു സ്ഥലം, ഇത്രത്തോളം സെക്യൂരിറ്റി ഒരു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും ഇല്ല എന്നെനിക്ക് തോന്നിയത്. കാരണം അത്രയ്ക്കാണ് പത്മനാഭന് സെക്യൂരിറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ എന്നിട്ടും പത്മനാഭൻ്റെ അടുക്കൽ നിന്ന് മോഷണം പോയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനകത്തുള്ളവർ തന്നെയായിരിക്കും കള്ളക്കളികൾ കളിച്ചിട്ടുള്ളത്. എന്തായാലും പത്മനാഭനെ മോഷ്ടിക്കാനൊന്നും പറ്റത്തില്ല, ഒരു കാര്യം അവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല, കണ്ടെത്തുക തന്നെ ചെയ്യും. അത് ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരും. ഇനി അറിഞ്ഞുകൊണ്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരു പക്ഷെ അവസാന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ, നിരന്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ കുറച്ചുനാൾ മുൻപാണ് ഈ തളികയുമായി ബന്ധപ്പെട്ട ഒരു മോഷണം പോകുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? ആ ക്ഷേത്രം കേന്ദ്രീകരിച്ച് അവിടുത്തെ ഭരണസമിതിയുടെ പരാജയമാണോ, അതോ നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ പരാജയമാണോ, പോലീസിന്റെ പരാജയമാണോ, അവിടുത്തെ പ്രത്യേക സുരക്ഷ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള ഇത്രയും വലിയ സ്ഥലം തിരുവനന്തപുരം അല്ലാണ്ട് വേറൊന്നും ഞാൻ കണ്ടില്ല. അത്രയേറെ നല്ല കെട്ടിടങ്ങൾ, നല്ല സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ടൂറിസം പദ്ധതിയിലൊക്കെ ഒരുപാട് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരുപാട് വസ്തുവകകൾ നമുക്ക് കണ്ടെത്താനാവും. ശ്രീത്ത് കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, കുതിരമാളിക, അതിന് ചുറ്റുമുള്ള ഒരു 7 കൊട്ടാരങ്ങളുണ്ട്. സ്വാതി തിരുനാളിൻ്റെ, അങ്ങനെ അവരുടെ അമ്മാവൻ്റെ, ഇങ്ങനെ 7, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, 7 ഞാൻ അകത്ത് പോയി കണ്ടിട്ടുണ്ട്. ഈ 7 കൊട്ടാരങ്ങൾ നല്ല മനോഹരമായ ചെറിയ കൊട്ടാരങ്ങൾ മുതൽ വലുത് വരെയുണ്ട്. അപ്പോൾ
ഇപ്പോൾ 7 രാജാക്കന്മാരുടെ അടുത്തടുത്തടുത്ത ബിൽഡിങ്ങാണ്. പക്ഷേ ഇതിൽ കുതിരമാളിക മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു സംരക്ഷണ വസ്തുവായിട്ട് സർക്കാരിൻ്റെ ഇതിലുള്ളത്, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ കീഴിലുള്ളത്. പക്ഷെ ബാക്കിയെല്ലാം ശിഥിലമായി. എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ രാജാ രവിവർമ്മയുടെ പെയിൻറ്റിങ്ങുകൾ പലതും എന്താ പറഞ്ഞ കേടുപാടുകൾ സംഭവിച്ച് അവിടെ ഇങ്ങനെ വെറുതെ പൊടിയടിച്ച് ഇങ്ങനെ തറയിലൊക്കെ ഇട്ട് ആൾക്കാർ അതിൻ്റെ മണ്ടയിൽ കൂടെ ചവിട്ടിക്കൊണ്ട് പോകുന്ന കാണാം. ചിലത് ഇങ്ങനെ ഭിത്തിയിൽ തൂക്കി അതൊന്നും കൃത്യമായിട്ട് അത് പോളിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് നോക്കി കുറേ എണ്ണം അങ്ങനെ ഇട്ടേക്കുന്നതാണ്. അവരൊക്കെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പല കസേരകൾ, ഡൈനിങ് ടേബിളുകൾ, ലൈറ്റുകൾ, അതേപോലെ തന്നെ ഈ പറഞ്ഞുകൊണ്ടുള്ള കട്ടിലുകൾ, ഇങ്ങനെ ഒരുപാട് വസ്തുക്കൾ നമുക്ക് ഈ കൊട്ടാരത്തിന് അതൊന്നും പല കെട്ടിടത്തിൻ്റെ ഈ ചെതലൊക്കെ അടിച്ചു അതൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ ഇതൊക്കെയെന്ന് വെച്ചാൽ അതിപുരാതന കാലമുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരവസ്ഥ ഒരു ഇത് നമ്മുടെ സർക്കാരിനും ഉണ്ട്. ഇതിപ്പം രാജകുടുംബത്തിൻ്റെതാണ്. രാജകുടുംബത്തിനെ നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല, കാരണം രാജകുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ സമ്പത്തി ഇതിപ്പം അവർക്ക് നൂറുകണക്കിന് ആൾക്കാരാണ് ഇതിൻ്റെ അവകാശികളായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നീ ചെയ്യും ഞാൻ ചെയ്യുന്നുള്ള ഒരു രീതിയായിരിക്കും. എനിക്ക് അവരുടെ കൃത്യമായിട്ടുള്ള, ഞാൻ അവരെ കുറ്റപ്പെടുത്തുമല്ല, കാരണം ഒരു പക്ഷേ അവർക്കത് ഇത്തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ അതിന് വേണ്ടി ഈ പറഞ്ഞതുപോലുള്ള തമ്മിലടികൾ ചിലപ്പോൾ അതിനകത്ത് കാണാം, എന്തെങ്കിലും കാണാം, അതായിരിക്കും അതൊക്കെ നാശമായിരിക്കും. ഒരു പക്ഷേ സർക്കാരിനെ ഏറ്റെടുത്തിട്ട് നല്ല ടൂറിസമായിട്ടോ മറ്റെന്തെങ്കിലും തരത്തിൽ വികസിപ്പിച്ചെടുത്തുകൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗം രാജകുടുംബത്തിന് കൊടുക്കാം, ബാക്കി ഭാഗം സർക്കാരിന് തന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളെടുക്കാം. അവർ തമ്മിലുള്ള ധാരണയിലെത്തിയത്. കാരണം ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ഇതായി. ഒരു പക്ഷേ അന്ന് ആ നിധി കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് അത് അത്രയും, ഒരു പക്ഷേ ഈ പറയുന്ന കള്ളം കപ്പലിൽ തന്നെ രാജകുടുംബം വേണമെങ്കിലും കുറേ എടുക്കും, നാട്ടുകാരും എടുക്കും, ഇതിനകത്തുള്ള ചിലപ്പോൾ മൊത്തത്തിൽ എടുക്കുന്നത് ദേവസ്വം ബോർഡായിരിക്കും, ചിലപ്പോൾ സർക്കാരായിരിക്കും. ഇത് ആരെ അറിയിക്കാതെ ചിലപ്പോൾ ഒരു പക്ഷേ ഇത്രയും കോടി ലക്ഷങ്ങൾ പലരും പ്രമാണിമാരായി മാറിയേനെ. ഒരു പക്ഷേ ആ നിധി ശേഖരം പുറം ലോകം അറിഞ്ഞതുകൊണ്ടാണ് ഇന്നും അത് അത്രയും ഇങ്ങനെ സുരക്ഷിതമായിട്ടിരിക്കുന്നത്. വല്ലപ്പോഴും ഒന്നും ചെന്ന് തുറന്നു നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം സുരക്ഷിതം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 13 പവൻ നഷ്ടപ്പെട്ടു, ഇന്നാൾ സ്വർണ്ണത്തളിക്ക് നഷ്ടപ്പെട്ടു. ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ വല്ലപ്പോഴും എങ്കിൽ അതൊക്കെ ഒന്ന് പോയി തുറന്നു നോക്കി ഇതിൻ്റെ കൗണ്ട് അന്ന് ചെയ്ത് എത്രയോ ദിവസങ്ങളോ ആഴ്ചകളോ എടുത്താണ് കൗണ്ടൊക്കെ ചെയ്തത്. അപ്പോൾ ഇനി അതേപോലെ ഒരു കൗണ്ട് ചെയ്യണമെങ്കിൽ എത്ര വർഷം എടുക്കും? അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൗണ്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നി. ഇനി എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ആർക്കറിയാം അതിൽ നിന്ന്. അപ്പോൾ അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും രീതിയിൽ വല്ല ഈ മ്യൂസിയം പോലുള്ള ആ നിലവറയിൽ നിന്ന് മാറ്റിയിട്ട് മറ്റെവിടെയെങ്കിലും സൂക്ഷിക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കുറച്ചുകൂടി അടച്ചുറപ്പുള്ള അല്ലെങ്കിൽ സുരക്ഷിതത്വമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെയുള്ള, ഞാൻ കണ്ടിട്ട് ബ്രിട്ടനിലെ ചില മ്യൂസിയത്തിലെ കോഹിനൂർ രത്നം ഉൾപ്പെടെയുള്ള സംഗതികളൊക്കെ സൂക്ഷിക്കുന്ന അവർ ഭയങ്കര ഹൈ സെക്യൂരിറ്റി ആയിട്ടുള്ള, അപ്പോൾ അത്തരത്തിലുള്ള ഈ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ മ്യൂസിയം പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ അതിനും അപ്പുറം സെക്യൂരിറ്റി ആയിട്ടുള്ള രീതിയിൽ സൂക്ഷിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതിപ്പം 13 പവൻ പോയിരിക്കുന്ന അവിടുത്തെ ആ സ്വർണ്ണ കവാടം പൂശാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്വർണ്ണമായിരിക്കാം, ഒരു ദണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് മോഷണം പോയിരിക്കുന്നത്. അതും ഇതെന്തായാലും ഈ മോഷ്ടിച്ച അയാളെ ധൈര്യം സമ്മതിക്കണം. അല്ല, അവിടുന്ന് സാധാരണ മോഷണം പോകാറുണ്ട്, അത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞു സ്വർണ്ണത്തളിക പോയിട്ടുണ്ട്, അതിന് മുമ്പ് പല വസ്തുക്കൾ പോയിട്ടുണ്ട്. ഈ നിധിശേഖരൻ തന്നെ പറയുന്നത് പലർക്കും അറിയാമായിരുന്നു, അതിൽ നിന്ന് പലരും ഇസ്കി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പം ശബരിമലയിൽ നിന്ന് പോകുന്നില്ലേ, ഈ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ശബരിമലയിലാണോ എന്തോ 1-2 വർഷത്തിന് മുമ്പ് ഈ പൈസ എണ്ണുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ കാശ് നോട്ടുകെട്ടുകൾ ഇങ്ങനെ ബാക്കിലൂടെ വെച്ച് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കള്ളന്മാരുണ്ട്. ദൈവത്തെ കട്ടുമുടിപ്പിക്കുന്ന കള്ളന്മാർ തന്നെ ദേവസ്വം ബോർഡിലുള്ളത് ഇത്തരത്തിലുള്ള. അപ്പം ഇതിനൊരു സുരക്ഷാ വലയമല്ല, ഇതിനൊരു കൃത്യത ഉണ്ടായിരിക്കണം. ഇപ്പോൾ CCTV വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴേ കണ്ടുപിടിക്കായിരുന്നു ആരായിരുന്നെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ CCTV ഒന്നുമില്ല, ശരിക്കും ഒന്നും ഇല്ലായിരിക്കാം. സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരറിയാതെ ഇത് പോകുമോ? രാത്രിയും പകലും 24 മണിക്കൂർ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ പോകാൻ. അതുപോലെ ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ കള്ളക്കപ്പലിൽ തന്നെ അല്ല 1-2 സംഭവങ്ങളായിരിക്കും പുറത്തറിയുന്നത്. അപ്പോൾ എത്രത്തോളം സംഭവങ്ങൾ ഉണ്ട് അത്. കാരണം ഈ ഞാൻ പറഞ്ഞുകൊണ്ട് ഈ നിലവറയിലുള്ള സ്വർണ്ണം അന്ന് എണ്ണി തിട്ടപ്പെടുത്തിയതാണ്. ഇനിയിപ്പോൾ ഈ സർക്കാരിന്റെ കാലഘട്ടം കഴിഞ്ഞ് ഇനി വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലെ എന്തെങ്കിലും സംഭവങ്ങൾ വരുമ്പോൾ എണ്ണുമ്പോഴായിരിക്കും ഇതിന്റെ പകുതിയും കാണാതെ. അന്ന് ഇനി ആര് എവിടെ പോയി അന്വേഷിക്കും? എടുത്തോണ്ട് പോയി വിറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞോണം രക്ഷപ്പെട്ടവർ അവിടെ CCTV വേറെ എന്തെങ്കിലും ഉണ്ടോ? അതൊന്നുമില്ല. അപ്പം ഇത് കൃത്യമായിട്ട് ഇതിപ്പോൾ ആ നിലവറയിൽ നിന്നുള്ള സംഗതികളെല്ലാം എടുത്ത് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിക്കേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത പത്മനാഭനെയും കൂടെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുമെന്നുള്ള, കാരണം അത്രയ്ക്ക് സമ്പദ് വ്യവസ്ഥയുള്ള ഒരു നല്ലൊരു ക്ഷേത്രമാണ്. അതിനെ നശിപ്പിക്കുന്നതും കട്ടുമുടിക്കുന്നതും ഒക്കെ അതിനകത്തുള്ള കള്ളന്മാർ കപ്പലിൽ തന്നെ, അല്ലാതെ വേറെ എങ്ങോട്ട് പോകാനായിരുന്നു?